നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. രാമായണ മാസത്തിൽ ആരംഭിച്ചതല്ലേ ഉള്ളൂ. ഈ മാസത്തിൻ്റെ ആദ്യമായിട്ട് വരുന്ന ഒരു ഞായറാഴ്ചയാണ്. നമുക്ക് സാഹിത്യ ചിന്തയുടെ ഒരു സമയമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഹനുമാന് പല പല പേരുകളുണ്ട്. മാരുതി എന്ന് പറയും, വായുപുത്രൻ എന്ന് പറയും, അങ്ങനെ പവനസുതൻ, അങ്ങനെ പല പല പേരുകളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സങ്കടമോചനൻ എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഹനുമാൻ സ്വാമിക്ക് സങ്കടമോചനൻ എന്ന പേര് വന്നത്? 8 കാര്യങ്ങളാണ് അദ്ദേഹത്തെ സങ്കടമോചനൻ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, സങ്കടമോചനനായിട്ട് അദ്ദേഹം ആരുടെ സങ്കടമാണോ ആദ്യം തീർത്തു കൊടുത്തത് എന്നുള്ള കാര്യം ഹനുമാൻ ചാലീസ എന്നുള്ള പുസ്തകത്തിൽ നിന്ന് ഞാൻ ഇന്ന് ഒന്ന് ചിന്തിക്കുകയാണ്. എനിക്ക് ഹനുമാൻ ചാലീസ വലിയ താളമേളങ്ങളോടെ ഭംഗിയായിട്ട് പലരും പാടുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പാടാനൊന്നും അത്ര അങ്ങോട്ട് പറ്റിയെന്ന് വരില്ല. എന്നാലും എൻ്റെ ശബ്ദം നല്ല ശബ്ദാട്ടോ. എൻ്റെ ശബ്ദം എനിക്ക് ഇഷ്ടമാണ്. നമ്മൾക്ക് ആദ്യം തന്നെ നമ്മളുടെ ശബ്ദം നമുക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ അത് നമുക്ക് മറ്റൊരാളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനാവുള്ളൂ, മറ്റൊരാളെ കേൾപ്പിക്കാനാവുള്ളൂ. അപ്പം ഞാൻ ഇന്ന് സങ്കടമോചനൻ എന്ന ഹനുമാൻ സ്വാമിക്ക് പേര് വന്നതിന് കാരണമായ ആദ്യത്തെ ഒരു സംഭവം ഹനുമാൻ ചാലീസയുടെ ആ ഈണത്തിലും പാഠത്തിലുമായിട്ടുള്ള ഒരു കവിതയാണത്. അത് ഹിന്ദിയിലുള്ള കവിതയാണ്. ഈ കവിത എഴുതിയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ, ഞാനിവിടെ പാടാൻ പോകുന്നത് മലയാള വ്യാഖ്യാനമാണ്. ഇതിൻ്റെ മൂലലേഖകൻ എന്ന് പറയുന്നത് ഗോസ്വാമി തുളസീദാസ് എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹം ഹിന്ദിയിലോ എഴുതി, പക്ഷേ അത് നമുക്കങ്ങനെ അത്രയും അങ്ങോട്ട് മനസ്സിലായെന്ന് വരില്ലല്ലോ ഹിന്ദി അറിയാത്തവർക്ക്. അതിൻ്റെ മലയാള പരിഭാഷയായിട്ട് വന്നിട്ടുള്ള ആ കാവ്യഭാഗമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇതിൻ്റെ മലയാള വ്യാഖ്യാനം കൂടി ഞാനിപ്പോൾ പറയുന്നതാണ്. बालसमय पी बच्ची तब तीनकम लोग भयो यंदियारो ताकि सोम त्रास भयो जग को यक संगड काको सोम जाद न डारो. ഒന്നുകൂടെ ഈ 4 വരി വായിക്കുകയാണ്. ബാലസമയ രബി ഭക്ഷിലിയോ തബ് തീനകം ലോക ഭയോ യന്തിയാരോ താഹി സോം താസ് ഭയോ ജഗ് കോ യഹ സംഗട് കാഹോ സോം ജാത് ടരാരോ. രണ്ടാമത്തെ ശ്ലോകം. देवन आनी करीबी नदी तब चामड़ी दियो रबी कष्ट निवारो को नहीं जानद हे बग हो कभी संगड़ मोजन नाम तिहारो. देवन आनी करीबी नद तभी चामड़ी दियो रबी कष्ट दीवारो को नहीं जानत के जग मो कभी संगड़ मोजन नामु तिहारो. ഇത് ഇത്രയും പറഞ്ഞതിൽ ഉൾക്കൊള്ളുന്ന ഇതിൻ്റെ അർത്ഥമാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത്. അതായത് ബാലസമയം എന്ന് പറഞ്ഞപ്പോൾ, ബാലൻ ആയിരുന്നപ്പോൾ, കുട്ടിയായിരുന്നപ്പോൾ രവി എന്ന് പറഞ്ഞാൽ രവി, സൂര്യൻ തന്നെ. പിന്നെ ഭക്ഷിലിയോ, ഭക്ഷിച്ചു, സൂര്യനെ ഭക്ഷിച്ചു കുട്ടിയായിരുന്നപ്പോൾ. തബ് അപ്പോൾ തീനഹം ലോക്, തീൻ എന്ന് പറഞ്ഞാൽ 3, തീനഹം ലോക് 3 ലോകങ്ങളും അന്തിയാരോ ഭയോ, അന്തിയാരോ അന്ധകാരം വന്ന് നിറഞ്ഞപ്പോൾ, ഇരുട്ട് നിറഞ്ഞപ്പോൾ ആകെ പേടിയായി. ഇരുട്ടിന് നമുക്കെപ്പോഴും പേടിയല്ലേ, ഇരുട്ടത്ത് പോകുമ്പോൾ നമുക്കൊരു ഭയം വരുമല്ലോ. അതുപോലെ 3 ലോകങ്ങൾ ഹനുമാൻ സൂര്യനെ വിഴുങ്ങിയപ്പോൾ 3 ലോകങ്ങളും ഇരുട്ടിലായി. അപ്പോൾ 3 ലോകങ്ങളിലെയും എല്ലാ ജീവജാലങ്ങൾക്കും, ജനങ്ങൾക്കും, മൃഗങ്ങൾക്കും ഒക്കെ അങ്ങോട്ട് ഭയം വന്നു, പേടി വന്നു.
താഹിസോം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, അതിനാൽ ഇരുട്ട് വന്ന് ഭയം തോന്നിയപ്പോൾ ത്രാസ് ഭയോ പേടിച്ചുകൊണ്ട് ജഗുക്കോ ജഗത്ത് എന്ന് പറഞ്ഞ ഭൂമി, ജഗുക്കോ എല്ലാ ലോകത്തുള്ള എല്ലാവരും, ലോകം മുഴുവനും യഹ സങ്കട് ഈ ദുഃഖം, അതായത് ഇരുട്ടായി പോയല്ലോ, നമ്മുടെ ഭൂമിയെല്ലാം ഇരുളിൽ അങ്ങോട്ട് ആണ്ട് പോയല്ലോ എന്നുള്ള ആ സങ്കടം, ആ ബുദ്ധിമുട്ട് കാഹുസവും ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, ഈ ബുദ്ധിമുട്ട് തീർക്കാൻ പറ്റണില്ല. പലവിധ ജാത് നട്ടാരോ എന്ന് പറഞ്ഞാൽ പരിഹരിക്കാനായിട്ട് കഴിയുന്നില്ല, ഇരുട്ടിനെ മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. സൂര്യൻ വീണ്ടും വരണം എന്നാൽ മാത്രമേ ഇരുട്ട് മാറുള്ളൂ, പ്രകാശം വരുന്നുള്ളൂ. അതുകൊണ്ട് ദേവന്മാരൊക്കെ കൂടെ വന്നിട്ട് എന്താ ഇരുട്ടിൻ്റെ കാരണം എന്ന് അവരന്വേഷിച്ചു. അപ്പം മനസ്സിലായി സൂര്യനെ കാണാനില്ല, സൂര്യനുണ്ടെങ്കിലല്ലേ വെളിച്ചുള്ളൂ. അപ്പം സൂര്യനെ കാണാനില്ല. സൂര്യനെ എന്തു പറ്റി എന്ന് വെച്ചപ്പോൾ സൂര്യനെ ഒരാൾ വിഴുങ്ങിയേക്കുക വയറ്റിലാവോ. അപ്പോൾ പുറത്ത് വെളിച്ചം വരുന്നില്ലല്ലോ, അതുകൊണ്ടാണെന്ന് മനസ്സിലായി. കരീബി നദി അവരെല്ലാവരും കൂടി അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ദേവന്മാരൊക്കെ കൂടി ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള ആ സമയത്ത് പ്രാർത്ഥന കേട്ടപ്പോൾ അപ്പോൾ ചാംഡി ദിയോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു, വേണ്ടെന്ന് വെച്ചു. അതായത് എടുത്ത തീരുമാനം അങ്ങ് മാറ്റി വെച്ചു. അതിനാണ് പറയുന്നത് കഷ്ടനിവാരോ. ഈ കഷ്ടപ്പാടിനെ പറ്റിയായി പിന്നെ ചിന്ത. കഷ്ടനിവാരോക്കോ നഹിം ജാനതിഹെ. അതായത് ഈ കഷ്ടപ്പാട് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അതായത് എല്ലാം ഇരുട്ട് മൂടി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അറിയാൻ പാടില്ലാത്തത് ആർക്കാണ്? ആ സമയത്ത് ഹനുമാൻ എല്ലാ ദേവന്മാരും പറയാം, അയ്യോ എന്തൊരു കഷ്ടതയാണ്, ഒരു ദിക്കിലും വെളിച്ചമില്ലല്ലോ, ഒന്നും തമ്മി വെളിച്ചമേ, സൂര്യപ്രകാശമില്ലെങ്കിൽ 3 ലോകങ്ങളും എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളെന്ന് പറയണത് തന്നെ, ഭൂമി, സ്വർഗം, നരകം, അങ്ങനെ 3 ലോകങ്ങളായി പറയാം. അതിനെ തന്നെ 14 ലോകങ്ങളായിട്ടും വ്യാഖ്യാനിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാ ലോകങ്ങളിലും ഇരുട്ട് വ്യാപിച്ചു. ഈ ലോകത്തിൽ നിന്ന് ഈ കഷ്ടപ്പാട് മാറ്റുന്നതിനായിട്ട് ദേവന്മാരെല്ലാവരും കൂടി ഹനുമാൻ സ്വാമിയെ അഭയം പ്രാപിച്ചു. ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചു, അങ്ങ് സങ്കടമോചനം തരണേ, ഈ എല്ലാവരുടെയും ലോകത്തുള്ള എല്ലാവരെയും ഈ ഇരുട്ടിൽ നിന്നും രക്ഷിക്കണേ, സങ്കടമോചനം തരണേ. അങ്ങയുടെ പേര് തന്നെ ഇപ്പോൾ സങ്കടമോചനൻ എന്നായി മാറുകയാണ്. കാരണം എല്ലാവർക്കും സങ്കടം, ആർക്കും ആ സങ്കടം തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. ഭൂമിയിൽ നിന്ന്, ത്രിലോകങ്ങളിൽ നിന്നും ഇരുട്ടിനെ മാറ്റി നിർത്തി വീണ്ടും സൂര്യപ്രകാശം കൊണ്ടുവരുന്നതിന് വേണ്ടി സൂര്യനെ അങ്ങ് സ്വതന്ത്രനാക്കൂ, അങ്ങ് സൂര്യനെ പുറത്തു കൊണ്ടുവരൂ, എല്ലാ ദിക്കിലും പ്രകാശം പരക്കട്ടെ, എല്ലാവരുടെയും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാറട്ടെ എന്നാണ് പദാനുപദമായിട്ട് പറയുകയാണെങ്കിൽ ഈ കവിതയുടെ അർത്ഥം. അതായത് അല്ലയോ ഇപ്പം വീരപരാക്രമിയായ ഹനുമാൻ സ്വാമി, അങ്ങ് ബാലനായിരുന്നപ്പോൾ സൂര്യനെ ഒരു പഴമാണെന്ന് കരുതി, ഉദയസൂര്യൻ്റെ നിറം ചുവപ്പല്ലേ, നല്ല ചുമന്ന് തുടുത്തൊരു പഴമാണതെന്ന് കരുതി വിശപ്പ് കൊണ്ട് അങ്ങോട്ട് തിന്നാനായിട്ട് ഒറ്റച്ചാട്ടാണ്. അവിടെ ചെന്ന് സൂര്യനെ പഴമാണെന്ന് കരുതി അങ്ങോട്ട് വിഴുങ്ങി എന്നാണ് പറയണത്. മറ്റ് ചില പുരാണങ്ങളിലൊക്കെ സൂര്യനെ വിഴുങ്ങാൻ സാധിച്ചില്ല, തടസ്സങ്ങൾ വന്നു, അപ്പോഴേക്കും ദേവേന്ദ്രൻ വന്നു തടഞ്ഞു, എന്നിട്ട് ഹനുവിൽ തട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ കവിതാശകലത്തിൽ പറയുന്നത് സൂര്യനെ വിഴുങ്ങി എന്ന് തന്നെയാണ്. അപ്പോൾ ഭൂലോകമാകമാനം ഇരുട്ടിലായി, എല്ലാവരും ഭയന്ന് വിറച്ചു. ആ ഭയം മാറ്റാൻ ആരെ കൊണ്ടും സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ നിരാശരായിട്ട് കുറേ പേരൊക്കെ ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. നിരാശരായിട്ട് ദേവകളെല്ലാം കൂടി അങ്ങയെ ശരണം പ്രാർത്ഥിച്ചു. അന്നേരം ദേവന്മാരുടെ എല്ലാം പ്രാർത്ഥന കേട്ട് അങ്ങയുടെ ജനങ്ങളുടെ ഭയമില്ലാതാക്കി. ഒരാളുടെ അല്ല, ലോകത്തിൻ്റെ മുഴുവൻ
ഭയത്തെയും ഇല്ലാതാക്കി. അതിനാൽ അങ്ങേക്ക് സങ്കടമോചനൻ എന്ന പേര് ലഭിച്ചു. അപ്പം സങ്കടമോചനൻ എന്ന പേര് ഹനുമാൻ സ്വാമിക്ക് വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. അങ്ങ് കുട്ടിയായിരുന്നപ്പോൾ സൂര്യനെ വിഴുങ്ങി ഭൂലോകം മുഴുവൻ ഇരുട്ടിലാണ്ടു. ദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് സൂര്യനെ വീണ്ടും സ്വതന്ത്രനാക്കി എല്ലാവരുടെയും സങ്കടം തീർത്തു, പരിഹരിച്ചു. അങ്ങ് സങ്കടമോചനനുമായി. ഇതാണ് ഈ ഒരു കാരണം. അതിനെ ബാധിക്കുന്ന 2 ശ്ലോകങ്ങളാണ് ഇത്. ഈ ശ്ലോകങ്ങൾ ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. मालसमय रपि बछलियो तब तिनहुम लोग भयो यंतियारो ताहि सोमत्रास भयो जग को यह संकट का हो सोमजाद नाटारो देवनानी करी बिनदी तब छाड़ी दियो रवि कष्ट निवारो कौन हिम जानद है जग में कभी संगड़ मोचन नाम तिहारो संगड़ मोचन नाम तिहारो संगड़ मोचन नाम तिहारो. ഹനുമാൻ സ്വാമിക്ക് സങ്കടമോചനൻ എന്ന പേര് വരാനുള്ള ഒരു കാരണമാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ സങ്കടമോചനൻ്റെ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്നുകൂടി കേട്ടോളൂ, ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഹനുമാൻ്റെ കഥയല്ലേ, രാമായണ മാസാചരണം നടക്കുകയല്ലേ ലോകമെങ്ങും എന്ന് തന്നെ പറയാം. അല്ല, ഇതൊരു പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്നുകൂടി കേൾക്കൂ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഭവനത്തിലെ കുട്ടികൾക്ക്, അവർക്ക് എപ്പോൾ ഭയം തോന്നുന്നുവോ അവർ ഹനുമാൻ സ്വാമിയെ ധ്യാനിക്കട്ടെ. അദ്ദേഹം സങ്കടമോചനനായി പേര് ലഭിച്ച ഈ കാരണം ഒന്ന് ഓർക്കട്ടെ. അവരുടെ ഭയമൊക്കെ മാറില്ലേ, അവരെ സ്വാമി രക്ഷിക്കില്ലേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നന്ദി.